പ്രേസ് ലോർഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഹല്ലേലൂയ. നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ദൈവം എല്ലാം അറിയുന്നു. സ്തോത്രം. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നെ അറിയുന്നവൻ ആരുമില്ലെന്ന്. എന്നാൽ നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനം 119:15 വാക്യത്തിൽ പറയുകയാണ്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാകപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. വെൻ ഐ വാസ് മെയ്ഡ് ഇൻ സീക്രട്ട്. ഹാലലിയ. നമ്മുടെയൊക്കെ ഓരോരുത്തരെയും ഹാലലിയ ജനനം എന്ന് പറയുന്നത് സീക്രട്ടിലായിരുന്നു. അത് ഏത് സമയത്ത് എങ്ങനെയാണ് എപ്പോഴാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയത്തില്ല. ഹാലലിയ. നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയുന്നില്ല. ഹാലലിയ. ഏത് സമയത്താണ് നമ്മുടെ അസ്ഥികൂടം ഒഴിവായതെന്ന്. എന്നാൽ അതറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. അതാണ് നമ്മുടെ സൃഷ്ടാവ്. ഹാലലിയ. നമ്മുടെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ നന്നായി അറിയുന്നു. സ്തോത്രം. ഹാലലിയ. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവേൻ, ഇവയെ സൃഷ്ടിച്ചതാർ? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമഹാത്മ്യം നിമിത്തം, അവൻ്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. അപ്പോൾ ആകാശത്തെ സൃഷ്ടിച്ച ദൈവം, ഹല്ലേലൂയ, അവയ്ക്ക് പേർ വിളിച്ച ദൈവം, ഹല്ലേലൂയ, അവയെ ആയിരിക്കുന്ന സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാകിയാൽ അവനെല്ലാം അറിയുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും കടന്നു പോകുന്ന എല്ലാ അവസ്ഥയും, ഹല്ലേലൂയ, നമ്മുടെ രോഗാവസ്ഥകൾ, ഹല്ലേലൂയ, നമ്മുടെ സന്തോഷത്തിൻ്റെ അവസ്ഥ, നമ്മുടെ നല്ല കാലം, ചീത്തകാലം, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങൾ, ഹല്ലേലൂയ, നാം ഒറ്റപ്പെട്ടിരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നിരാശയിലൂടെ കടന്നു പോകുന്നത്, നമ്മുടെ എല്ലാ അവസ്ഥകളും ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നമ്മെ അറിയുന്ന ആരുമില്ലെന്നില്ല. നമ്മുടെ എല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലി നീ സംസാരിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം മനസ്സിൽ ഓർക്കാറുണ്ട്, ദൈവമേ, ഞാൻ ചെയ്യുന്നതൊന്നും എൻ്റെ ദൈവം കാണുന്നില്ലയോ? ഹല്ലേലൂയ, എന്നെ എൻ്റെ ദൈവം മനസ്സിലാക്കുന്നില്ലയോ? എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത്? ഹല്ലേലൂയ, നന്മ ചെയ്തിട്ടും കഷ്ടം അനുഭവിക്കേണ്ടവരുണ്ട്. ന്യായത്തിന് വേണ്ടി നിന്നിട്ടും ഹല്ലേലൂയ ചീത്ത പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ചോദ്യം ചോദിക്കുകയല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. സ്തോത്രം. 139-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ, കർത്താവെ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഉള്ളങ്ങളെ ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ എൻ്റെ ദൈവത്തിനറിയാം, അവയെല്ലാം നന്നായി, സ്തോത്രം, എണ്ണപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. സങ്കീർത്തനം 119-ന്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ നാം ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത്, നാം പുറത്തു പോകുന്നത്, അകത്ത് വരുന്നതെല്ലാം ദൈവം അറിയുന്നു. നമ്മുടെ ഹൃദയത്തിൽ എന്നാ നാം ചിന്തിക്കുന്നത് ദൈവം അറിയുന്നു. നമ്മുടെ സ്വഭാവം ദൈവം അറിയുന്നു. നാം പൂട്ടിയെന്ന് ദൈവം അറിയുന്നു. അല്ലെങ്കിൽ ആ ദൈവത്തിന് മുൻപാകെയാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നാം ചെയ്യുന്നതൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞാൻ പറയുന്ന ഒരു വാക്കുപോലും എൻ്റെ കർത്താവിനറിയാം. നമ്മുടെ ഹൃദയശുദ്ദേശം ദൈവത്തിൻ്റെ നിരൂപണം, ഞാൻ ഹല്ലേലൂയ, ദോഷത്തിനായിട്ടാണോ നന്മയ്ക്കായിട്ടാണോ ഓരോ കാര്യങ്ങളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, ഞാൻ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു വർത്തമാനം ഒരു വ്യക്തിയോട് പറയുന്നത് പോലും ദൈവം അറിയുന്നു. അപ്പോൾ ഹല്ലേലൂയ, ദൂരത്ത് നമ്മുടെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 1 ജോൺ, ഹല്ലേലൂയ, 1 യോഹന്നാൻ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പം നമ്മുടെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകുന്നു. ഹല്ലേലൂയ. നാം ചിന്തിച്ച് തുടങ്ങുമ്പോഴേ നമ്മുടെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ഒരു ദൈവവൈതൽ ഭാരപ്പെട്ട് നെടുവീർപ്പിടുമ്പോഴേ ദൈവം അറിയുന്നു.
അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ, ഉപവസിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ ദൈവം അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ തന്നെ അവന് മറുപടി ദൈവം അയച്ചു. ഹല്ലേലൂയ. നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്നവൻ, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള വിചാരങ്ങളെ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഫോർ ഐ നോ ദ പ്ലാൻ ഐ ഹാവ് ഫോർ യു. നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള വിചാരങ്ങൾ ദൈവം അറിയുന്നു. ദൈവമക്കളെ, സ്തോത്രം. ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നാം നിരൂപിക്കുന്നതിനപ്പുറമായി, നാം ചോദിക്കുന്നതിന് നനയ്ക്കുന്നതിന് അത്യന്തപരമായി നമ്മളെ വഴി നടത്തുവാൻ ഒരു ദൈവമുണ്ട്. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആരുമില്ലെന്ന് ആരും വിചാരിച്ച് ഭാരപ്പെട്ടു പോകരുത്. ആരുമില്ലെങ്കിലും അതിന് മധ്യത്തിലും ഹല്ലേലൂയ ഇറങ്ങി വരുന്ന പ്രാർത്ഥനാ റൂമിൽ മുട്ടുമടക്കുമ്പോൾ അതിനകത്ത് തന്നെ ദൂതന്മാരെ അയച്ച് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരാഗൃഹത്തിൽ ഹല്ലേലൂയ തൻ്റെ ദാസന്മാരായ പൗലോസും ഹല്ലേലൂയ ശീലാസും അകപ്പെട്ടപ്പോൾ അതിനകത്ത് ദൂതനിറങ്ങി അവർ കൈയുടെ കെട്ടുകളെ അഴിച്ചുവെങ്കിൽ ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൂതനിറങ്ങും. ദൈവം തന്നെ ദൂതന്മാരെ അയക്കും. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് എന്നെ ആരും അറിയുന്നില്ല, എനിക്ക് ആരുമില്ലെന്ന് വിചാരിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വിരൂപമായിരുന്നപ്പോൾ അഗ്നി നമ്മുടെ അസ്ഥികൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞൊരു ദൈവം, സീക്രട്ടിൽ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ഉളവായപ്പോൾ നമ്മളെ അറിഞ്ഞൊരു ദൈവം നമ്മുടെ എല്ലാ വഴികളിലും അല്ലെങ്കിൽ നമ്മളെ അറിഞ്ഞ് നമ്മളെ വഴി നടത്തുവാൻ ആ ദൈവത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകാതെ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.